ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും വിക്രമിൻ്റെയും വേദയുടെയും അടുത്ത ആഴ്ചയിലെ സൂപ്പർ പ്രൊമോ വിശേഷത്തിലേക്ക് സ്വാഗതം. അതിനു മുമ്പ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് എല്ലാ ദിവസവും ഞങ്ങളുണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത ആഴ്ചത്തിലേക്ക് വേദയുടെയും വിക്രമിൻ്റെയും കഥയിലേക്ക് വരുമ്പോൾ വിക്രമിൻ്റെയും വേദയുടെയും ജീവിതത്തിൽ വലിയൊരു ആഘോഷത്തിൻ്റെ നിറമാണ് അടുത്ത ആഴ്ച കാണാൻ പോകുന്നത്. നമ്മുടെ വിക്രമിൻ്റെയും വേദയുടെയും ആഘോഷപരമാകുന്ന ആചാരപരമാകുന്ന വിവാഹം, അതിനുവേണ്ടി മാക്സിമം നമ്മുടെ വിക്രമും അതുപോലെ രാധയൊക്കെ അത് മുടക്കുവാൻ ശ്രമിച്ചുവെങ്കിലും നമ്മുടെ വേദ അടിയുറച്ച് നിന്നുകൊണ്ട് ആ വിവാഹം അടുത്ത ആഴ്ചയിലെ എപ്പിസോഡിൽ നടക്കുകയാണ്. എന്തായാലും വിക്രമിന് രക്ഷപ്പെടാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മുടെ ഈ വിവാഹത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്കാണ്. അങ്ങനെ എല്ലാവരും മുത്തശ്ശിയും കൂടെ വന്നപ്പോൾ അത് ഒരു കളർഫുള്ളാകുന്ന ഒരു ഭാഗത്തിലേക്കൊക്കെയാണ് വരുന്നത്. അതിനോടൊപ്പം തന്നെ വിക്രമിൻ്റെ അമ്മയ്ക്കും വളരെ ഉത്സാഹമാണ് വിവാഹം നടത്തുവാൻ. മുത്തശ്ശിയോട് ചേർന്ന് നിന്നുകൊണ്ട് അതിനു വേണ്ട എല്ലാ പിന്തുണയും കൊടുക്കുകയും അതുപോലെ സൈലൻ്റായിട്ട് നിൽക്കുന്ന നമ്മുടെ വിക്രമിൻ്റെ അച്ഛനെയും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്തായാലും നടക്കട്ടെ, അങ്ങനെയെങ്കിലും അവൻ്റെ ജീവിതം ഒന്ന് നന്നാകാൻ പറ്റുമെങ്കിൽ നന്നാകട്ടെ എന്നൊരു വിചാരം നമ്മുടെ മാഷിനുണ്ട്. അപ്പോൾ ആ മാഷും വളരെ സൈലൻ്റായിട്ട് തന്നെ ഇതിന് കൂട്ടു നിൽക്കുന്ന ചില ഭാഗങ്ങളൊക്കെയാണ്. അപ്പം നന്ദരിക്കിൻ്റെ അകത്ത് അല്പം റോളുണ്ടല്ലോ. അപ്പോൾ നന്ദരിക്ക് ഇതെങ്ങനെയെങ്കിലും മുടങ്ങിയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്നൊരു ചിന്തയുണ്ട്. പക്ഷേങ്കിൽ നന്ദരിയെ കൊണ്ട് കൂട്ടിയാൽ കൂടാത്ത ഒരനുഭവത്തിലേക്ക് വരികയാണ്. കാരണം നന്ദരിയുടെ ഭർത്താവാണെങ്കിലും അല്ലെങ്കിൽ വിക്രമിൻ്റെ ചേട്ടനാണെങ്കിലും വിക്രമിന് വിവാഹം നടക്കണമെന്ന് താല്പര്യമില്ലെങ്കിലും അത് നടന്നാൽ കൊള്ളാം, അല്ലെങ്കിൽ താൻ അതിന് അവർക്ക് സപ്പോർട്ട് ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്ന ചില ഭാഗങ്ങളൊക്കെ കാണാം. അങ്ങനെ ആഘോഷപരമാകുന്ന ആ വിവാഹ ചടങ്ങുകളും ആചാരങ്ങളൊക്കെ നടക്കുവാൻ വേണ്ടി നമ്മുടെ മുത്തശ്ശി ആൾക്കാരെയെല്ലാം വിളിക്കുന്നു, ക്ഷണിക്കുന്നു. അതുപോലെ വിക്രമിൻ്റെ അമ്മ തൻ്റെ ബന്ധുമിത്രാദികളെയൊക്കെ വിളിക്കുന്നു, അയൽവാസികളെ വിളിക്കുന്നു, കൂട്ടുകാരെ വിളിക്കുന്നു. അങ്ങനെ എന്തുകൊണ്ടും ഒരു വിവാഹം എങ്ങനെ നടക്കുന്നു അതേ രീതിയിലേക്ക് നമ്മുടെ വിക്രമിൻ്റെ വീട് എത്തിയിരിക്കുകയാണ്. അങ്ങനെ വിക്രമിൻ്റെ കൂട്ടുകാരെ മുത്തശ്ശി ഒരു ദൗത്യം ഏൽപ്പിക്കുകയാണ്. ഇവിടുത്തെ വിവാഹത്തിനുള്ള അലങ്കാരങ്ങളും പന്തലുകളിലും അതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുവാൻ വേണ്ടി തൻ്റെ വിശ്വസ്തരായ തൻ്റെ കൂട്ടുകാരെ ഏൽപ്പിക്കുന്നു. അവരും ഇതിന് നിർബന്ധിതരായി മാറുന്ന ചില നല്ല ഭാഗങ്ങളൊക്കെയുണ്ട്. അങ്ങനെ എന്തായാലും വിക്രമിനെ ഇതിനിടയിൽ ചെന്ന് തൻ്റെ കൂട്ടുകാർ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും വിക്രമനും ഈ തൻ്റെ കൂട്ടുകാരോട് ദേഷ്യമുണ്ടാകുന്നവർക്ക് ചില ഭാഗങ്ങളൊക്കെയുണ്ട്. കാരണം അവരും ഇതിനെ വേദയ്ക്കൊപ്പം കൂട്ടു നിൽക്കുകയാണോ എന്നൊക്കെ ചിലപ്പോൾ ചിന്തിച്ചു പോകുന്ന ചില സാഹചര്യങ്ങളിലേക്ക് വരുന്നുണ്ട്. പക്ഷേങ്കിൽ അത് തനിക്ക് ഇതിനകത്ത് നിന്ന് രക്ഷപ്പെടാൻ കഴിയാത്തത് കൊണ്ട് മാത്രം അവരോട് ദേഷ്യപ്പെടുന്ന, അല്ലെങ്കിൽ വേദയോടുള്ള ആ ദേഷ്യം തൻ്റെ കൂട്ടുകാരോട് പ്രകടമാക്കുന്നു. അങ്ങനെ അവിടെ നിന്ന് മുങ്ങുവാൻ കഴിയാതെ, വിക്രമിൻ്റെ വീട്ടിൽ നിന്ന് തനിക്ക് മുങ്ങുവാൻ കഴിയാത്ത ചില സാഹചര്യങ്ങൾ. അതിനോടൊപ്പം ഈ സമയത്ത് നമ്മുടെ രാധിക വളരെ ധർമ്മസങ്കടത്തിലാട്ടോ. കാരണം എങ്ങനെയെങ്കിലും ഈ വിവാഹം മുടങ്ങിയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. വിക്രമിന് ആ അപകടമുണ്ടായത് എന്തുകൊണ്ടും നന്നായി. തനിക്ക് കുറച്ച് ദിവസം ഈ വിവാഹം ഡേറ്റ് തീരുമാനിച്ച ദിവസം ഒന്ന് മാറ്റി നിർത്താമെന്നൊക്കെ കരുതിയിരുന്നെങ്കിലും അതെല്ലാം വേദയും മുത്തശ്ശിയും പൊളിച്ചടുക്കിയത് കൊണ്ട് തന്നെ ഇനി നമ്മുടെ രാധയുടെ മുൻപിൽ യാതൊരു മാർഗവുമില്ല. വളരെ സങ്കടത്തിൽ തൻ്റെ വീട്ടിൽ ചെന്ന് ഇരിക്കുകയും അതുപോലെ ആ സമയത്ത് രാധയുടെ അമ്മ രാധനെ ആശ്വസിപ്പിക്കുകയും, രാധയുടെ അമ്മയ്ക്ക് വളരെ സന്തോഷമാണ് വിക്രമിൻ്റെയും വേദയുടെയും ആ വിവാഹം ആചാരപരമായി നടക്കുന്ന കാര്യം അറിഞ്ഞപ്പോൾ. കാരണം അങ്ങനെയെങ്കിലും തൻ്റെ മോള് വിക്രമിനെ മനസ്സിൽ കൊണ്ട് നടക്കുന്നത് മാറുമല്ലോ, അങ്ങനെ തൻ്റെ ജീവിതത്തിൽ ഭാവി ഉണ്ടാകുമല്ലോ എന്നൊക്കെ ഓർത്ത് നമ്മുടെ രാധയുടെ അമ്മയ്ക്കൊരു ആശ്വാസമുണ്ട്. പക്ഷേങ്കിൽ ചില സമയങ്ങളിൽ ഈ രാധയുടെ സങ്കടവും ആ വിഷമവും ഒക്കെ കാണുമ്പോൾ രാധയുടെ അമ്മയ്ക്കും ചില വിഷമങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിലും അവിടെ ചെന്ന് രാധയെ ആശ്വസിപ്പിക്കുകയാണ്. മോളെ, നിനക്ക് നീയാണ് ഏറ്റവും മണ്ടിയായി മാറിയിരിക്കുന്നത്. കാരണം അവർ വലിയ ആളുകളായി മാറും. കാരണം വിക്രമൻ എന്തുകൊണ്ടും വേദയെ കിട്ടിയത് കൊണ്ട് അവൻ്റെ ജീവിതം നന്നാവത്തേ ഉള്ളൂ. അല്ലാതെ നിന്നെ ഒരിക്കലും അവൻ ജീവിതത്തിലേക്ക് കൊണ്ടുപോകാമെന്ന് വാക്ക് പറഞ്ഞിട്ടില്ല. പിന്നെന്തിനാണ് നീ വിഷമിക്കുന്നത്? നീയാണ് ഈ വിക്രമനെ ഓർത്ത് പുറകെ നടക്കുന്നത്. അതുകൊണ്ട് നിനക്ക് മാത്രമേ ജീവിതത്തിൽ നഷ്ടമുള്ളൂ മോളെ എന്നൊക്കെ പറഞ്ഞ് നീ അത് പോട്ടെ, നമുക്ക് നീ ഇനി ഇങ്ങനെയല്ല ജീവിക്കേണ്ട, ആ സങ്കടങ്ങളൊക്കെ മാറ്റിവെച്ച് പഴയ പോലെ ആ ഉഷാറോടുകൂടി വാഹനം ഓടിക്കാൻ പോകണം എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുമ്പോഴും തൻ്റെ അമ്മയ്ക്ക് സങ്കടമുണ്ടെന്ന് രാധയ്ക്കറിയാം. എങ്കിലും അമ്മേനെ വിഷമിപ്പിക്കാതിരിക്കുവാൻ വേണ്ടി കുഴപ്പമില്ല അമ്മേ, ഞാൻ അങ്ങനെ വിഷമമൊന്നുമില്ല
എന്നൊക്കെ പറഞ്ഞ് തൻ്റെ അമ്മയുടെ മുൻപിൽ ചെറിയൊരു നാടകമൊക്കെ കളിച്ച് ഒഴിഞ്ഞു മാറുകയും അതിനുശേഷം വളരെ സങ്കടത്തോടു കൂടി ഒറ്റയ്ക്കിരിക്കുന്ന നമ്മുടെ രാധേനെ കാണാം. എന്തായാലും രാധയുടെ ഈ പ്രവൃത്തിയിൽ നിന്ന് നമുക്കത്ര ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. കാരണം രാധ ഒരു തിരുമണ്ടിയായിട്ട് തന്നെയാണ് ഇതിനകത്ത് കാണുന്നത്. കാരണം വേദയുടെ കയ്യിലാണ് വിക്രം അകപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഒരു കാരണവശാലും വിക്രമിനെ തിരികെ കെട്ടില്ല, അല്ലെങ്കിൽ വിക്രമിനെ വേറെ ആർക്കും കൊടുക്കില്ല എന്നൊരു അല്ലെങ്കിൽ ഒരു ദൃഢനിശ്ചയം എടുത്തിരിക്കുന്ന വേദയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വേദ മാക്സിമം വിക്രമിനെ നല്ല വഴിയിലേക്ക് കൊണ്ടുവരുവാനും തൻ്റെ ജീവിത പങ്കാളിയാക്കുന്നതിന് ഉപരി തൻ്റെ വീട്ടിൽ തന്നെ തള്ളിക്കളഞ്ഞ തൻ്റെ അച്ഛൻ്റെ മുൻപിൽ, തൻ്റെ അമ്മയുടെ മുൻപിൽ, അതുപോലെ സമൂഹത്തിൻ്റെ മുൻപിൽ നല്ലൊരു വ്യക്തിയായിട്ട് മാറ്റുവാനാണ് ഏറ്റവും കൂടുതൽ വേദ ആഗ്രഹിക്കുന്നത്. അതിനോടൊപ്പം ശ്രീനിവാസൻ എന്ന ആ രാഷ്ട്രീയ നേതാവിൻ്റെ കയ്യിൽ നിന്ന് എങ്ങനെയെങ്കിലും വിക്രമിനെ രക്ഷപ്പെടുത്തി നല്ല പാതയിൽ എത്തിക്കുക എന്നുള്ളത് ലക്ഷ്യം വേദ തീരുമാനിച്ചിരിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ വിക്രമിനെ മാറ്റുക, അതിന് ഈ വിവാഹം ഒരു നല്ലൊരു ചാൻസ് ആണെന്നും നാലാൾ അറിയെ ഈ കാര്യങ്ങൾ നടക്കുമ്പോൾ വിക്രമിന് ഒരിക്കലും വേദയെ അനുസരിക്കാതിരിക്കുവാൻ കഴിയില്ല, വേദനെ ഒഴിവാക്കാൻ കഴിയില്ല എന്നൊക്കെ വേദയ്ക്കറിയാം. അങ്ങനെ വേദയുടെയും വിക്രമിൻ്റെയും ആചാരപരമാകുന്ന ആഘോഷപരമാകുന്ന ആ വിവാഹ നാള് അടുത്ത ആഴ്ച എപ്പിസോഡിലാണ് ഹൈലൈറ്റായി മാറിയിരിക്കുന്നത്. അങ്ങനെ പാട്ടും കൂത്തും നൃത്തവുമായി ആളുകളും അതുപോലെ കുട്ടികളും മാതാപിതാക്കളും അയൽവാസികളും ബന്ധുമത്താദികളും എല്ലാവരും ഉണ്ട്. എല്ലാവരുമായിട്ട് ആഘോഷപരമാകുന്ന ഒരു വിവാഹ ചടങ്ങിലേക്ക് വരികയാണ്. അതിനോടൊപ്പം നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ വേദയുടെ മുത്തശ്ശിയും അമ്മയും സഹോദരിയുമൊക്കെ വേദയുടെ അച്ഛനും വേദയുടെ സഹോദരനും ഒഴികെ ബാക്കി എല്ലാവരും അവിടെ സന്നിധരായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ ആഘോഷമായിട്ട് പാട്ടും കൂത്തും മേളവും അതുപോലെ ആചാരപരമായ എന്തൊക്കെ കാര്യങ്ങൾ അവിടെ നടത്തിയെടുക്കണമോ അതൊക്കെ വിക്രമിൻ്റെ മുത്തശ്ശിയും അതുപോലെ വേദയുടെ മുത്തശ്ശിയും അവിടെ നടത്തിയെടുത്ത് അങ്ങനെ താലി കെട്ടുകയാണ്. ഒന്നും കൂടെ താലി കെട്ടുകയാണ് വേദയുടെ കഴുത്തിൽ. അതിന് സാക്ഷ്യം വെച്ചുകൊണ്ട് എല്ലാവരും നിൽക്കുമ്പോൾ നമ്മുടെ നന്ദിന് തന്നെ ആ വിക്രം താലിയെടുത്ത് കൊടുക്കുന്നു. അത് കെട്ടിമുറുക്കുന്നത് നമ്മുടെ നന്ദിന് തന്നെയാണ്. അത് അത്ര സന്തോഷത്തോടു കൂടി അല്ലെങ്കിലും നിവൃത്തിയില്ലാതെ ആ ചടങ്ങുകൾ പൂർത്തീകരിക്കുകയും ചെയ്യുകയാണ്. ഈ സമയത്താണ് സന്തോഷത്തോടു കൂടിയാണെങ്കിലും നമ്മുടെ വേദയുടെ അച്ഛന് മനസ്സിന് അല്പം മാറ്റമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ തൻ്റെ വീട്ടിൽ ഈ വിശേഷങ്ങളൊക്കെ അറിഞ്ഞുകൊണ്ട് അന്വേഷിച്ചുകൊണ്ട് ഇറങ്ങി വരുമ്പോൾ സ്റ്റെപ്പിൽ നിന്ന് വീഴുകയും അങ്ങനെ വലിയൊരു അപകടം വേദയുടെ വീട്ടിൽ സംഭവിക്കുകയും ചെയ്യുകയാണ്. അതൊരു വേദയുടെ ജീവിതത്തിൽ വലിയൊരു കണ്ണുനീരിൻ്റെ അവസ്ഥയിലേക്ക് പോകുന്ന ഒരു ഭാഗങ്ങളൊക്കെ നമുക്ക് അടുത്ത ആഴ്ച കാണാം. താലി കെട്ടിമുറുക്കിയ ആ നിമിഷം തന്നെ വേദയുടെ അച്ഛൻ ആ വീട്ടിൽ സ്റ്റെപ്പിൽ നിന്ന് വീഴുകയും വലിയൊരു അപകടം ഉണ്ടാകുകയും അങ്ങനെ ആശുപത്രിയിലേക്ക് പോവുകയും ചെയ്യുകയാണ്. ഇത് വിളിച്ചറിയിക്കുന്നത് നമ്മുടെ വേദയുടെ അനീതിനെയാണ്. അങ്ങനെ ആ കല്യാണ മണ്ഡപത്തിൽ വെച്ച് തന്നെ ഇത് പെട്ടെന്നൊരു ഷോക്കിംഗ് ന്യൂസായി മാറുകയും അങ്ങനെ വേദയുടെ വീട്ടുകാരും ആ വിവാഹ മണ്ഡപത്തിൽ നിന്ന് വിവാഹം കഴിഞ്ഞ ഉടൻ തന്നെ നേരെ ആശുപത്രിയിലേക്ക് പോവുകയും അങ്ങനെ അച്ഛനെ ക്രിട്ടിക്കൽ സ്റ്റേജിൽ കാണുകയും ചെയ്യുന്ന ചില ഭാഗങ്ങളുണ്ട്. അതിനുശേഷം വീണ്ടും വേദ മടങ്ങി ഈ വിക്രമിൻ്റെ വീട്ടിലെത്തുന്നു. അങ്ങനെ അവരുടെ അല്ലെങ്കിൽ ആചാരപരമായ ആദ്യ രാത്രി ഒരുക്കിയിരിക്കുകയാണ്. അതും മുത്തശ്ശിയാണ് ഒരുക്കിയിരിക്കുന്നത്. ഈ സമയത്ത് വളരെ സന്തോഷത്തോടു കൂടി നിന്ന സമയത്താണ് തൻ്റെ അച്ഛൻ്റെ അപകടമുണ്ടാകുന്നതെങ്കിലും അതിലുപരി വേദയുടെ കാര്യത്തിൽ വിക്രം ആ താലി ചാർത്തിയത് വേദയ്ക്ക് ജീവിതത്തിൽ വലിയൊരു മാറ്റമുണ്ടായി എന്നൊക്കെ മനസ്സിലാക്കുകയും അങ്ങനെ ആ നിമിഷം പെട്ടെന്ന് ആ പഴയ വലിയൊരു മഴയുണ്ടാവുകയാണ്. ആ മഴയത്ത് വേദ ആദ്യമായിട്ട് വിക്രമിൻ്റെ വീട്ടിലെത്തുമ്പോൾ എല്ലാവരും അടിച്ചിറക്കിയ സമയത്ത് ആ മഴ നനഞ്ഞ് ആ മുറ്റത്ത് നിന്ന കാര്യങ്ങളൊക്കെ ഓർക്കുകയും ചെയ്യുന്ന ഒരു ഭാഗങ്ങളൊക്കെയാണ് അടുത്ത ആഴ്ച നമ്മൾ കാണാൻ പോകുന്നത്. എന്തായാലും വിക്രം വേദയുടെ കയ്യിൽ അകപ്പെട്ടു, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനോടൊപ്പം തന്നെ വേദയ്ക്ക് ജീവിതത്തിൽ ചില സങ്കടകരമാകുന്ന അവസ്ഥ അതിനുശേഷം ഉണ്ടാകുന്നു. തൻ്റെ അച്ഛനെ ഓർത്ത് കരയേണ്ടി വരുന്ന ചില സാഹചര്യങ്ങളൊക്കെയാണ് അടുത്ത ആഴ്ചത്തെ എപ്പിസോഡിൽ കാണാൻ പോകുന്നത്. അതൊരു പ്രമോ വിശേഷമാണ്. വീണ്ടും എല്ലാ ദിവസവും റിയൽ വിശേഷവുമായി വരും വരെ എല്ലാവർക്കും ഗുഡ് ബൈ.